വിമർശനത്തിനും ട്രോളുകൾക്കും മറുപടിയുമായി യൂട്യൂബർ അരുൺ ജയചന്ദ്രൻ. വിമർശനത്തിനും ട്രോളുകൾക്കും മറുപടിയുമായി യൂട്യൂബർ അരുൺ ജയചന്ദ്രൻ. വിവാഹാലോചനയ്ക്ക് പിന്നാലെ പെൺവീട്ടുകാർ വീട്ടിൽ വന്നതിന് അരുൺ ചെയ്ത വീഡിയോയ്ക്കായിരുന്നു വിമർശനവും ട്രോളുകളും ഉയർന്നത്. വീഡിയോയിൽ സംസാരിക്കുന്നതിനിടെ 3/4 ചെമ്പ് ബിരിയാണിയും തിന്ന് അവർ ആ കച്ചവടമങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് അരുൺ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തിനെതിരെയാണ് വിമർശനം ഉയർന്നത്. കല്യാണത്തെ കച്ചവടമാക്കരുതെന്നും പക്വത കാണിക്കണമെന്നും കമന്റുകൾ ഉയർന്നു. അന്തസ്സില്ലാത്ത ഈ സംസാരം. അനിയത്തിയുടെ കല്യാണവും ഇതുപോലെ കച്ചവടമാക്കുമോ? കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കാം. മാന്യമായി സംസാരിക്കൂ. ബന്ധുവീട്ടുകാരെക്കുറിച്ച് അവർ വന്ന് കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ. ആദ്യം തന്നെ കുടുംബത്തിൽ വന്ന് കയറുന്നവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം എത്രത്തോളം സംസ്കാരശൂന്യർ ആണ് നിങ്ങളെന്ന്. നല്ല അഹങ്കാരമുണ്ടല്ലോ എന്നിങ്ങനെ കമന്റിൽ വിമർശനം കടുത്തിരുന്നു. ഇതോടെ പരാമർശത്തിൽ വിശദീകരണവുമായി അരുൺ പുതിയ വീഡിയോ ചെയ്തു. തെറ്റായ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ലെന്നും പെണ്ണിനോ പെണ്ണിൻ്റെ വീട്ടുകാർക്കോ തൻ്റെ പരാമർശത്തിൽ പ്രശ്നമില്ലെന്നും അരുൺ പറഞ്ഞു. കല്യാണി സാരി എടുക്കാൻ പോയ കാര്യം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അത് തെറ്റായ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. വളരെ കാഷ്വലായി തമാശ രൂപേണ പറഞ്ഞതാണ്. പെൺവീട്ടുകാർ വന്നു കണ്ടു. 3/4 ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് രാജമാണിക്യത്തിലെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്. അതിനെപ്പറ്റി കുറേ പേർ നെഗറ്റീവായി കമൻറ്റ് ചെയ്യുകയാണ്. അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് പറയുകയാണ്. ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു, പക്വതയില്ലാതെ സംസാരിച്ചു, മര്യാദയില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ തെറ്റുകാരനാവും. അങ്ങനെ ആരെയും കൊച്ചാക്കാനല്ല സംസാരിച്ചത്. അത് ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കമൻറ്റ് കണ്ടപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനെ പറ്റി ഞാൻ അറിയുന്നത്. നമ്മൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി കേൾക്കുന്ന ആളിൻ്റെ മനസ്സും ചിന്താഗതിയും പോലെ അർത്ഥം മാറിപ്പോയേക്കാം, അരുൺ പറഞ്ഞു.